നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ പുനലൂർ കുരിയോട്ടുമലയിലുള്ള ഹൈടെക് ഫാമിലാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ കണ്ടറിയാം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനലിന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ഇവിടെ കാണാനായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മാക്സിമം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇവിടുത്തെ ഫാം വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഒരു ആളിന്, അഡൽട്ട് ആയിട്ടുള്ള ഒരാൾക്ക് ടിക്കറ്റിന്റെ ചാർജ് വരുന്നത് 30 രൂപയാണ് ടിക്കറ്റിന്റെ ചാർജ് വരുന്നത്. അതുപോലെ തന്നെ വാഹനം, നമ്മുടെ കയ്യിൽ കാറോ അങ്ങനെയുള്ള വാഹനം ഉണ്ടെങ്കിൽ അതിന് 50 രൂപയും നമ്മുടെ ക്യാമറ ഉപയോഗിക്കുന്നതിന് 50 രൂപയുമാണ് ഇവിടുത്തെ ഫീസ്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ 5 രൂപയാണ് ഇവിടുത്തെ ഫീസ്. അങ്ങനെ നമുക്ക് പേയ്മെന്റ് ചെയ്തിട്ട് ടിക്കറ്റ് കിട്ടും. നമുക്ക് ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. അതുപോലെ തന്നെ ഇവിടുത്തെ ഫാമിന്റെ പ്രോഡക്റ്റുകൾ, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ട് സാധിക്കും. വെർമി കമ്പോസ്റ്റ്, അതുപോലെ തന്നെ പച്ചക്കറി, ചെടികൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും. അതുകൂടാതെ ഇവിടുത്തെ പാല് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പാല് 1/2 ലിറ്ററിന്റെ പാക്കറ്റായിട്ടാണ് വിൽക്കുന്നത്. 25 രൂപ നിരക്കിലാണ് വിൽക്കുന്നത്. ഇവിടെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ പോർക്ക് കട്ട്, ബീഫ് ബിറ്റ്സ്, അതേപോലെ ചിക്കൻ കട്ട്ലേറ്റ്, ഒരുപാട് ഐറ്റംസ്, ഈ ഫാമിലെ പ്രോഡക്റ്റുകൾ തന്നെ ഇവിടെ നമുക്ക് ഈ കൗണ്ടറിൽ നിന്ന് വാങ്ങിക്കാനായിട്ടും സാധിക്കും. ഇവിടെ ഒരു സൈഡിൽ നിൽക്കുന്നത് വെച്ചൂർ പശുക്കളാണ് നിൽക്കുന്നത്. വെച്ചൂർ പശുക്കളും ഉണ്ട്, കാളകളും ഉണ്ട്. ഈ സൈഡിൽ കുറച്ച് HF, അതേപോലെ തന്നെ ജേഴ്സി ബ്രീഡുകളുടെ കുട്ടികളാണ് നിൽക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഷെഡാണ്. ഈ നിൽക്കുന്നതെല്ലാം വെച്ചൂർ പശുക്കളാണ് നിൽക്കുന്നത്. വെച്ചൂർ പശുക്കളും ഉണ്ട്, അതേപോലെ തന്നെ കാളകളും ഉണ്ട്. ഒരു സൈഡിലായിട്ട്, ബാക്ക് സൈഡിലായിട്ട് പുൽകൃഷി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് വൈക്കോല് കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല രീതിയിൽ തന്നെ പുൽകൃഷിയുണ്ട്. ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ അവർ പുൽകൃഷി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഷെഡാണ്. ഇതിനകത്ത് ഒട്ടനേകം പശുക്കൾ നിൽപ്പുണ്ട്. എല്ലാ സങ്കര ഇനങ്ങളും മിക്സായിട്ടാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇതൊന്നും കറവയിലുള്ളതല്ല. ഇതൊന്നും കറക്കാതെ ചെനയായിട്ടുള്ള പശുക്കളും അതേപോലെ തന്നെ കിടാരികളും ഒക്കെയാണ്. ചെനയായിട്ടുള്ള പശുക്കളെ ഒരു ഷെഡിലും കിടാരികളെല്ലാം മറ്റൊരു ഷെഡിലും അങ്ങനെയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയൊരു ബിൽഡിംഗ് ആണ് ഇത്. ഇതിനകത്ത് കുട്ടികളെ നിൽക്കുന്നത്. ഇത് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. രണ്ട് സൈഡിലും കുട്ടികളെ കെട്ടാൻ അല്ലെങ്കിൽ പശുക്കളെ കെട്ടാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയ ഒരു കെട്ടിടമാണ്. നമുക്ക്
ഇതിലേക്കൂടെ വന്ന് കാണാം. തീറ്റയൊക്കെ ഇതുവഴി കൊടുക്കാം. തിരിച്ചു വേണം തോന്നുന്നു പാവം. ഒന്ന് രണ്ട് മൂന്ന് നാല് ഓസ്ട്രിച്ച് ഇപ്പോണ്ടേ. നമുക്ക് അതിനെ കാണാം. ഇത് ആഫ്രിക്കൻ വംശജരാണ്. ഇവിടുത്തെ പുൽകൃഷിക്കും മറ്റാവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു കുളം റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ പുൽകൃഷിക്ക് വേണ്ടിയിട്ടൊക്കെ വെള്ളം പമ്പ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ഷെഡ് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഇവിടെയും കറവയിലുള്ള പശുക്കളല്ല. ഈ ഫാമിലെ റെഡ് നേപ്പിയർ കൃഷി ചെയ്തേക്കുന്ന സ്ഥലമാണ്. നല്ലൊരു ഏരിയയിൽ തന്നെ റെഡ് നേപ്പിയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വാച്ച് ടവറിനകത്ത് പറ്റുമെങ്കിലൊന്ന് ചെയ്ത് നോക്കാം. ഈ ഹൈടെക് ഫാമിൻ്റെ വാച്ച് ടവറിലോട്ട് കയറിയിരിക്കുക. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാം ഫുള്ളായിട്ട് കാണാൻ പറ്റും. വ്യൂ അതിൻ്റെ മണ്ടയിൽ നിന്ന് കഴിഞ്ഞാൽ പുനലൂരിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒട്ടുമിക്ക സ്ഥലങ്ങളും അതേപോലെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ മൊത്തം ഇതിൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാർക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. കുറേ ആക്സറീസൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടുത്തെ കുതിരാലയമായി കാണുന്നത്. ഈ പാർക്കിൻ്റെ ബാക്കിലായിട്ട് തന്നെ കുതിരാലയം ഉള്ളത്. ഇവിടെ ഒരു കുതിരയെ ഞാൻ കാണുന്നുണ്ട്. ഇതിനകത്തേക്ക് പ്രവേശനം നമുക്ക് ഇല്ല. ഇവിടെ നിന്ന് കാണാനേ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുതിര സവാരി ഇവിടുന്ന് ബുക്ക് ചെയ്ത് കുതിര സവാരിയൊക്കെ എടുക്കാവുന്നതാണ്. ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ട്. അവർ നമ്മളെ അതിനൊക്കെ കൊണ്ടുപോകും. കുതിരയ്ക്ക് ഉല്ലസിക്കാനായിട്ട് വിശാലമായ ഒരു സ്ഥലം തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇതാ ഇവിടെ ഉണ്ടൊരു കുതിര. കാണാൻ കഴിയുന്നുണ്ടോന്ന് അറിയില്ല. ഇതാ തേന്മാവെന്ന് പറയുന്ന സാധനം. ഊരുരുട്ടാതി തേന്മാവ്. മാങ്ങയൊക്കെ പിടിച്ച് വരുന്നുണ്ട്. ഇവിടെ ഒരു സൈഡിൽ ഡ്രാഗൺ ഫ്രൂട്ട് പിടിച്ച് വരുന്നുണ്ട്. ഇതിപ്പോൾ വെച്ച തൈകളാണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. അതെ, ഇപ്പോൾ ഇതിനകത്തോട്ട് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ. പിന്നെ കണ്ട് ഇവിടെ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്
തറയിൽ കുത്തിയിട്ടുണ്ട്. ഇവിടെ ഒട്ടനേകം ആടുകളെ വളർത്തുന്നുണ്ട്. ഈ ഒരു കൂട്ടിൽ തികോരിയ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല, ഈ ഒരു ഭാഗത്തൂടെ കണ്ട് പോകാനേ പറ്റത്തുള്ളൂ. ഈ കാണുന്നത് ജമുനാപ്പാരിയെ ഈ കാണുന്നേക്കുന്നത് മനസ്സി ജമുനാപ്പാരിയുടെ കുട്ടികളായി കാണുന്നത്. പിന്നെ ബീറ്റൽ ആട് അടുത്ത കൂട്ടിൽ കാണാം. അങ്ങനെ ഒരു സൈഡ് ഫുള്ള് ആടുകളെ ക്രമീകരിച്ചേക്കുക. ഇതാ ഇവിടെ ഒരു മലബാർ ആട്. ഒന്നല്ല, ഒരു കൂട് നിറച്ച് മലബാർ ആടുകളുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഹൈടെക് ഫാമിൻ്റെ ഡയറി യൂണിറ്റാണ്. ഇവിടെയാണ് ഇവിടുത്തെ കറവ പശുക്കളൊക്കെ നിൽക്കുന്നത്. ഇവിടെ കെട്ടിയിട്ട് വളർത്തുന്നൊരു സമ്പ്രദായമല്ല. പശുക്കളൊക്കെ അഴിച്ചു വിട്ടേക്കുക. പശുക്കൾക്കൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ ഈ ഫാമിനകത്തൂടെ യഥേഷ്ടം നടക്കാനുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇവിടെ സങ്കര ഇനങ്ങളിലായ പശുക്കളാണ് കൂടുതൽ. നമുക്ക് അവയൊക്കെ ഒന്ന് കാണാം. പശുക്കൾ കുറേയധികം അവിടെ വിശ്രമിക്കുന്നുണ്ട്. ബാക്കിയുള്ള പുല്ല് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുല്ല് അരിഞ്ഞിട്ട് കൊടുത്തേക്കുക. അത് കഴിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു വിശാലമായ ഷെഡ് തന്നെയായത്. നല്ല രീതിയിൽ വായുസഞ്ചാരമുള്ള ഒരു ഷെഡ് തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ ഹൈടെക് ഫാമിലെ ഈ ഒരു ഷെഡിൽ ഏകദേശം 130 പശുക്കളാണ് ഉള്ളത്. കറവയിലുള്ള പശുക്കളാണ് ഇതെല്ലാം. ഇതേപോലെ തന്നെ ഒരു ഷെഡും കൂടെ തൊട്ട് താഴെയുണ്ട്. നമുക്ക് അവിടെ ഒന്ന് പോകാം. അവിടെയാണ് ഈ മിൽക്കിംഗ് യൂണിറ്റും അതേപോലെ പാക്കിങ്ങും എല്ലാം ചെയ്യുന്നത്. താഴെയാണ് ഉള്ളത്. അവിടെ പശുവിനെ കറക്കുന്നതും അതുപോലെ തന്നെ പാക്ക് ചെയ്യുന്നതും എല്ലാം അടുത്ത ഷെഡിലാണ്. നമുക്ക് അവിടേക്കും പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷെഡ് നമ്പർ 2-ലാണ്. ഇവിടെയും ധാരാളം കറവ പശുക്കളുണ്ട്. നമുക്ക് ഇവിടുത്തെ പശുക്കളെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം. ഇത് ക്ലോസ് ചെയ്തൊക്കെ കയറ്റി നമുക്ക് ജസ്റ്റ് പുറത്തു നിന്നൊന്ന് കാണാം. ഇവിടെ ക്ലീനിങ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. തറയിലൂടെ ഒരു മെഷീൻ വന്ന് എല്ലാം ക്ലീൻ ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെയും എല്ലാം HFും ജേഴ്സി അങ്ങനെ സങ്കര ഇനങ്ങളിൽപ്പെട്ട പശുക്കളാണ് ഇവിടെ നിൽക്കുന്നത്. ഇതേപോലെ ഇതിൻ്റെ മറു സൈഡിലുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം. വളരെ വിശാലമായ ഒരു ഷെഡ് തന്നെയാണ് ഈ ഷെഡ് നമ്പർ 2. ഇതിൻ്റെ പരിസരത്തായിട്ട് നന്നായിട്ട് തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നുണ്ട്. ഇത്രയും പശുക്കൾക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നല്ലൊരു ഒരുപാട് പുല്ല് ആവശ്യമാണ്. ഇവിടെ പശുക്കളെ കറക്കുന്നത് രാവിലെയും വൈകിട്ടും 8 മണിക്കാണ് കറക്കുന്നത്. രാവിലെ 8 മണിക്കും അതുപോലെ തന്നെ വൈകിട്ട് 8 മണിക്കോ കറക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മിൽക്കിംഗ് പാർലർ. കറവയുടെ സമയമാകുമ്പോഴത്തേക്ക് പശുക്കൾ ഇവിടെ വന്ന് ലൈനായിട്ട് നിൽക്കും. അതിനകത്തേക്ക് സെൻസർ വഴി ഓരോ പശുക്കളും ഓരോ സ്ലോട്ടിലേക്ക് പോയി നിൽക്കും. ആ താഴെ കാണുന്ന സ്ഥലത്താണ് കറവയന്ത്രം വെച്ചിരിക്കുന്നത്. ഇത് അകിടിലോട്ട് ഘടിപ്പിച്ച് കറക്കുകയാണ് ചെയ്യുന്നത്. പശുക്കൾ ഇവിടുന്ന് കറക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് തനിയെ മിൽക്കിംഗ് പാർലറിലോട്ട് എത്തും. അങ്ങനെ അവിടെ നിന്ന് എത്തുന്ന പശുക്കൾ ഇവിടെ നിന്ന് കറക്കുന്നു. ഈ കാണുന്ന പൈപ്പിലൂടെ പാല് സംഭരണിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ പാക്കിംഗ് യൂണിറ്റ്.
പാല് ആ മെഷീനിലൂടെ അതിലേക്ക് വരും. കവറുകൾ അതിനകത്ത് വെച്ചേക്ക് നമുക്ക് കാണാം. അതിനകത്തൂടെ പാക്കായിട്ട് കിട്ടും. ഹൈടെക് ഫാമിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട്, കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.